ഹായ്, വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2026 CUET UG എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു കഴിഞ്ഞു. ജനുവരി 31 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ സമയത്ത് എന്താണ് CUET എക്സാം? കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏകദേശം 50ഓളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അവിടെയുള്ള ഓരോ കോഴ്സുകളിലേക്കും അഡ്മിഷൻ എടുക്കാനുള്ള അതല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള കോമൺ ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ്. എന്നാൽ ഇതിനു പുറമെ ഐക്കർ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസിൻ്റെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള മറ്റൊരു സാധ്യത കൂടി CUET എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷം 2025 CUET ഐക്കർ UG എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് CUET എക്സാം നിലവിൽ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ള CUET എക്സാം എഴുതിയാൽ ഇന്ത്യയിലെ ഐക്കറിന് കീഴിൽ വരുന്ന അഗ്രികൾച്ചറൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്ന ഒരു സംവിധാനം CUETക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ബ്രോഷറൊക്കെ നോക്കുക, 2025 നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിൽ CUET എക്സാം എഴുതി ഏതൊക്കെ കോഴ്സ് സെലക്ട് ചെയ്താലാണ് നമുക്ക് ഐക്കറിന് കീഴിൽ അഡ്മിഷൻ ലഭിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിലെ ടോപ്പ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഐക്കറിനെ കുറിച്ച് പറഞ്ഞിട്ട് CUET ഐക്കർ UG എന്ന് പറയുന്ന ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാകും. അതായത് ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ CUET ഐക്കർ UG ഷാൾ ബി കണ്ടക്റ്റഡ് ഫോർ അഡ്മിഷൻ ടു ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസ് അതർ ദാൻ വെറ്റിനറി സയൻസ് at agricultural universities on 20% of university seats. അതുപോലെ തന്നെ 100% seats in RLBCAU, ജാൻസി, ഡോക്ടർ RPCAU, പുസ, ബീഹാർ ICAR, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ഐക്കറിൻ്റെ കീഴിലുള്ള പല കോളേജുകളിലും 20% സീറ്റ് CUET വഴി എഴുതുന്ന ആളുകൾക്കാണ്. അതിന് പുറമെ 100% സീറ്റുകളും ഈ കോളേജുകളിലൊക്കെ CUET ഐക്കർ വഴിയാണ് ലഭിക്കുന്നത്. സോ CUET വഴി എഴുതി ലഭിക്കുന്ന കഴിഞ്ഞ വർഷത്തെ സീറ്റാണ്. അടുത്ത വർഷം ഇതിൽ എന്തെങ്കിലും മാറ്റം, അതായത് പെർസെൻറ്റേജിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഐക്കറിനെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, നമുക്കറിയാം പലപ്പോഴും പല വിദ്യാർത്ഥികളും +2 സയൻസ് കഴിഞ്ഞാൽ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഈ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മെഡിക്കൽ ഫീൽഡിൽ ഒരു അഡ്മിഷൻ ലഭിക്കുന്നുണ്ടോ? ഇല്ല. പലപ്പോഴും റിപ്പീറ്റേഴ്സ് ആയിട്ട് മാറുന്നു. എന്നാൽ അത്രയും 2 വർഷം കഴിഞ്ഞിട്ടും ഈ കോഴ്സ് ലഭിക്കാത്ത പല വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ 1 വർഷം ട്രൈ ചെയ്ത് നോക്കും, പിന്നെ അതിൽ താല്പര്യമില്ല, അതല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കില്ല. സ്വാഭാവികമായിട്ട് അത്തരം വിദ്യാർത്ഥികൾ എന്താ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് അത് നീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഉടനെ അവർ മറ്റേതെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് പോകുന്നു. അവരാഗ്രഹിക്കാത്ത കോഴ്സുകൾ എടുക്കാൻ നിർബന്ധിതരാകുന്നു. എന്നാൽ നിങ്ങൾ നീറ്റ് എക്സാമിനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഐക്കറിന് അഡ്മിഷൻ ലഭിക്കാനുള്ള താല്പര്യമുള്ള വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത് CUET വഴി നിങ്ങൾക്ക് ആ കോഴ്സുകളിലേക്ക് പോവാം. അതായത് ഐക്കറിന് കീഴിലുള്ള അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസ് കോഴ്സുകളിലേക്ക് പോവാം. സോ ഇപ്പോൾ തന്നെ CUET എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഐക്കറിന് വേണ്ടി താല്പര്യമുള്ളവർ CUETയിൽ ഈ കോഴ്സ് ഞങ്ങൾ എജ്യൂബിൾസ് ലേണിംഗ് ഇതിൻ്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ആ കോഴ്സ് എടുത്താൽ ഐക്കറിന് വേണ്ടിയിട്ടും CUET എഴുതിയിട്ട് അവിടെ അഡ്മിഷൻ നേടിയെടുക്കാം. അപ്പോൾ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം നോക്കൂ. ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ ഡയറക്റ്റ് നോമിനേഷൻ ഫോർ ദ അഡ്മിഷൻ ത്രൂ ICAR ഇൻ എനി ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസ് വിത്തൗട്ട് ക്വാളിഫയിങ് CUET ICAR UG 2025. കഴിഞ്ഞ വർഷത്താണ്. അതായത് ICARന് കീഴിൽ ഈ കോഴ്സുകളിലേക്ക്, അതായത് ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് CUET ചെയ്താൽ ഒരിക്കലും ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുകയില്ല. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും CUET എക്സാം എഴുതണം. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പഠനം നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എജ്യൂബിൾസ് ലേണിംഗിൻ്റെ ഐക്കറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പ്രാവശ്യം ഒരുപാട് സീറ്റുകൾ ICARന് കീഴിൽ CUET വഴി എക്സാം എഴുതിയ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങളുടെ
മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അത്ര ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇതിനുണ്ടാവില്ല. +2-ന് നിങ്ങൾ സയൻസ് ആണ് എടുത്തതെങ്കിൽ നിങ്ങൾ ആ ഒരു ഡൊമൈൻ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് CUT എഴുതാവുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ICAR-ന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ടോപ്പ് ICAR-ന് കീഴിലുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുക, യൂണിവേഴ്സിറ്റി നോക്കുക, അല്ലേ? BHU പോലെയുള്ള അലിഗഡ് പോലെ യൂണിവേഴ്സിറ്റി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രാമിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ്, അതായത് 13ഓളം കോഴ്സുകൾ ഇതിന് കീഴിലുണ്ട്. കഴിഞ്ഞ വർഷം നോക്കൂ, ICAR-ന് കീഴിൽ BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ ഇത് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ BSc ഹോണേഴ്സ് ഹോർട്ടിക്കൾച്ചർ, BFSc ബാച്ചലർ ഓഫ് ഫിഷറീസ്, BFC ഫോറസ്ട്രി, BSc കമ്മ്യൂണിറ്റി സയൻസ്, BSc ഹോണേഴ്സ് ഫുഡ് ന്യൂട്രീഷൻ ഡയറ്റിക്സ്, അതുപോലെ തന്നെ BSc സെറികൾച്ചർ, BSc ഹോണേഴ്സ് നാച്ചുറൽ ഫാമിംഗ്, BSc ഹോണേഴ്സ് അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്, BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, BTech ഡയറി ടെക്നോളജി, BTech ഫുഡ് ടെക്നോളജി, BTech ബയോടെക്നോളജി. ഈ 13ഓളം കോഴ്സുകളിലേക്ക് ICAR-ന് കീഴിലുള്ള കോളേജുകളിലേക്ക്, അതായത് ഗവൺമെൻറ് അല്ലാത്ത കോളേജുകളുണ്ട്, സെൽഫ് ഫിനാൻസിങ്ങും വരുന്നുണ്ട്, പക്ഷേ ഗവൺമെൻറ് കോളേജുകളും ഇതിന് കീഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, CUT കൂടി എഴുതാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് മറ്റ് ICAR നടത്തുന്ന എക്സാമിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും CUT വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ICAR-ൽ കീഴിൽ അഡ്മിഷൻ നേടാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, CUT എക്സാം എഴുതിയാൽ ലഭിക്കുന്ന പല ചാൻസസുകളുണ്ട്. അത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.